കോഴിക്കോട് ജില്ലയിൽ 294 അധ്യാപകരാണ് പൊതുവിദ്യാലയത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളെ പഠിപ്പിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ 15 വിദ്യാർത്ഥികളായി നമ്മൾ ഈ മേഖലയിൽ വർക്ക് ചെയ്തു വരുന്നു. സ്ഥിരമായ വേതനമോ സ്ഥിരമായ ജോലിയോ ഇല്ലാതെ കരാറടിസ്ഥാനത്തിലാണ് നമ്മൾ ജോലി ചെയ്തു വരുന്നത്. എല്ലാ മാസം കരാർ ഏപ്രിൽ മാസം പുതുക്കി നമ്മൾ ജോലി ചെയ്തു വരുന്നു. നമ്മളൊരു വലിയ സമരത്തിൻ്റെ ഭാഗമായി നമ്മുടെ ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ച് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സുദീർഘമായ തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. LDFയുടെ കൺവീനറും പേരാമ്പ്ര MLA കൂടിയായ സഖാവ് TP രാമകൃഷ്ണൻ സഖാവാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ ഈ സമ്മേളനത്തിൽ അഭിവാദ്യം അർപ്പിച്ച് സംസാരിക്കുന്നത് K. സുനിൽ, CFD പേരാമ്പ്ര ഏരിയ സെക്രട്ടറി. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. സൃഷ്ടിക്കുവാൻ സംബന്ധിച്ചിടത്തോളം കൃത്യമായ കെട്ടുറപ്പുള്ള ഏക സംഘടന എന്ന നിലയ്ക്ക് 254 അംഗങ്ങളാണ് കോഴിക്കോട് ജില്ലയിലെ ഈ സംഘടനയ്ക്ക് പ്രവർത്തിക്കുന്നത്. ഈ ഒരു സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിനായി നമുക്ക് കിട്ടിയിരിക്കുന്നത് പേരാമ്പ്രയുടെ ആരാധനായ MLA അതേപോലെ LDF കൺവീനറായിട്ടുള്ള സഖാവ് TP രാമകൃഷ്ണൻ അവർക്കാണ്. അദ്ദേഹത്തെ ഇത്രയും ആദരവോടെ ഈ ഒരു ഉദ്ഘാടനത്തിന് ക്ഷണിക്കുന്നു. കേരള ടീച്ചേഴ്സിന്റെ ജില്ലാതല സമ്മേളനം ഇതിന്റെ ഒരു അവസാന ഘട്ടത്തിലെത്തുമ്പോഴാണ് ഉദ്ഘാടനം. ആ പോരായ്മ നിങ്ങൾ കൊടുക്കണം എന്ന് ഞാൻ ആദ്യമേ അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് മതിയായ സംരക്ഷണം നൽകുന്നതിന്റെ ഭാഗമാണ് ഇത്തരം ഒരു സംവിധാനം കേരളത്തിൽ രൂപപ്പെട്ടു. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കീമാണ്. സംസ്ഥാനത്തിന്റെ പങ്കാളിത്തത്തോടു കൂടിയാണ് ഈ സ്കീം നടപ്പിലാക്കുന്നത്. അഖിലേന്ത്യാ തലത്തിൽ കേന്ദ്ര സ്കീമിന്റെ ഭാഗമായി ജോലി ചെയ്യുന്ന 4 മേഖലയിൽപ്പെട്ടവർ അവർ ഒരു നിയമത്തിനും വിധേയമാണ്. ഒരു സംരക്ഷണ നടപടിയും അവർക്കില്ല. ഒരു സ്കീം ആസൂത്രണം ചെയ്യും. ആ സ്കീം അവസാനിക്കുമ്പോൾ അത് എല്ലാം തീരുകയും സാധാരണ നിലയിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് അനുവദനീയമായ ചില സംരക്ഷണ നടപടികളുണ്ട്. അവരുടെ ജോലി സ്ഥിരത, തൊഴിൽ സമയം, ശമ്പളം, ഇതര ആനുകൂല്യങ്ങൾ, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന പൊതു നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും ബാധകം. എന്നാൽ അത്തരം നിയമങ്ങളുടെ ഒന്നും ഒരു പരിരക്ഷ ലഭിക്കാത്തതിനാൽ വ്യത്യസ്ത സ്കീമുകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, ജീവനക്കാർ എന്ന് നാം കാണാം. അംഗൻവാടി, ആശ, സ്കൂളുകളിൽ ഉച്ചഭക്ഷണം പാകം ചെയ്യുന്നവർ, NHMന്റെ വിവിധ തലങ്ങളിലുള്ള ജോലിയിൽ ഏർപ്പെട്ടിട്ടുള്ളവർ, തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾ, ഇവരെല്ലാം സ്കീം വർക്കേഴ്സിന്റെ ഭാഗം. അത്തരമൊരു പദ്ധതിയുടെ ഭാഗമായി രൂപപ്പെട്ട ഈ ഭിന്നശേഷി സൗഹൃദമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം വെച്ച് രൂപപ്പെട്ടതാണ് റിസോഴ്സ് ടീച്ചേഴ്സ്.
നിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള തുടർച്ചയായ പരിശ്രമങ്ങൾ നടത്തിവരിക. ഇങ്ങനെ പരിശ്രമിക്കാതെ ഒരു ആനുകൂല്യങ്ങളും നേടിയെടുക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്യാൻ കഴിയാത്ത നിങ്ങളിൽ വിവിധ രാഷ്ട്രീയ ആശയങ്ങളുള്ളവരുണ്ട്. അവരെല്ലാം ഒരു സംഘടന എന്ന നിലയിൽ ഭിന്നശേഷി വിഭാഗത്തിലെ കുട്ടികളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി നിങ്ങൾ ഒത്തുകൂടുകയാണ്, സംഘടിക്കുകയാണ്. നിങ്ങൾക്ക് ആദ്യമുണ്ടാവേണ്ടുന്ന ധാരണ നിങ്ങൾ ഇടപെട്ട് ജോലി ചെയ്യുന്ന മേഖലയിലുള്ളവരുടെ സംരക്ഷണം ഭിന്നശേഷിക്കാരെയാണ് കൈകാര്യം ചെയ്യുന്നത്. ചിലർ അസാധാരണമായ ബുദ്ധി പ്രകടിപ്പിക്കുന്നവർ, അംഗവൈകല്യമുണ്ടെങ്കിലും അതിവേഗം ജീവിതത്തിന്റെ പല മേഖലകളിലും എത്തിപ്പിടിക്കാൻ പ്രാപ്തരാണ് പല ആളുകൾ. അവരെ സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഭിന്നശേഷിക്കാരുടെ വീടുകളിൽ കുട്ടികളുടെ രക്ഷിതാക്കൾ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരുടെ രക്ഷിതാക്കൾ അവർ അനുഭവിക്കുന്ന വേദനയും പ്രയാസങ്ങളും ചെറുതല്ല. ഒരു ഭിന്നശേഷിക്കാരായ ഒരാൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലെ എല്ലാ സമാധാനവും ഇല്ലാതാണ്. അത്രയ്ക്ക് പ്രയാസകരമാണ് പലരുടെയും ജീവിതം. ചിലർ, പ്രത്യേകിച്ച് അമ്മമാരാണ്, ഈ ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുന്നു. പ്രധാനപ്പെട്ട അവരുടെ ജീവിതം തന്നെ ഉപേക്ഷിക്കേണ്ടി വരികയാണ്. അത്തരമൊരു വിഭാഗത്തിന്റെ ഇടയിലാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നിങ്ങൾ മുഖവിലക്കെടുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ റിസോഴ്സ് ടീച്ചേഴ്സിന്റെ ഇടയിൽ കൂടുതൽ സ്ത്രീകളാണ്. വളരെ കുറച്ച് പുരുഷന്മാർ മാത്രമാണ്, വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് പുരുഷന്മാർ. അപ്പോ നിങ്ങളുടെ സ്ത്രീ എന്ന നിലയ്ക്ക് തന്നെ ഇത്തരം വിഭാഗങ്ങളോട് നിങ്ങൾ പ്രകടിപ്പിക്കുന്ന കാരുണ്യവും അവരുടെ വളർച്ചയ്ക്ക് സഹായകരമായ നിലപാട്, ഇതെല്ലാം സ്ത്രീകൾക്ക് കഴിയുന്നത് പോലെ മറ്റാർക്കും കഴിയില്ല. ഈയിടെ ഈ സിവിൽ സർവീസ് കോഴ്സ് അഖിലേന്ത്യാ തലത്തിൽ നടക്കുന്ന ഒരു സമ്പ്രദായമാണ്. IAS പോലെ തന്നെ പരിഗണിക്കപ്പെടുന്ന മറ്റു ചില കോഴ്സുകൾ സിവിൽ സർവീസുമായി ബന്ധപ്പെടുന്ന. കീഴരിയിലുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ജീവിതം വീൽ ചെയറിലാണ്. 4 വിരലുകൾ മാത്രമാണ് ആ കുട്ടിക്ക് ചലിപ്പിക്കാൻ കഴിയും. ആ കുട്ടി IAS റാങ്കോട് കൂടി പാസ്സായി. ഇപ്പൊ അവർക്ക് പോസിറ്റീവ് ജോലി ലഭിച്ചു എന്നാണ് അറിയുന്നത്. റെയിൽവേയിലും മറ്റേതൊരു പ്രധാനപ്പെട്ട കേന്ദ്രത്തിൽ കേരളത്തിന് വെളിയിൽ അവർക്ക് ജോലി ലഭിച്ചതായിട്ടാണ് അറിയുന്നത്. ആ കുട്ടിയെ രൂപപ്പെടുത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ആ കുട്ടിയുടെ അമ്മയാണ്.
അവർക്ക് വിദ്യാഭ്യാസമുണ്ട്, ഒരു ജോലിക്കും അവർ പോയില്ല, വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഈ കുട്ടിയെ സ്കൂളിൽ അയക്കുക, കുട്ടിയെ പഠിപ്പിക്കുക, കുട്ടിക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം നിറവേറ്റുക എന്ന നിലയിൽ അവർ വ്യാപൃതമാണ്. ആ കുട്ടിയുടെ അച്ഛൻ ഇതൊരു ഗൾഫിൽ എന്തോ ജോലിയുമായി ബന്ധപ്പെട്ട് കഴിയുക. തിരുവനന്തപുരത്തുള്ള IAS കോച്ചിങ് സെന്ററിൽ പഴയ IPS ഓഫീസറായ ഋഷിരാജ് സിംഗും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും നേതൃത്വം കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണത്. അത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ കുട്ടിക്ക് പഠനത്തിനാവശ്യമായ പിന്തുണയും സഹായവും ലഭിച്ചത്. നിങ്ങൾക്ക് ഈ തൊഴിലിൽ സ്ഥിരത ലഭിക്കണം. ഇപ്പോൾ 20,000-വും 25,000 രൂപയും ആണ് ശമ്പളം. അത് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസൃതമായ ഒരു ശമ്പളമാണെന്ന് കണക്കാക്കാൻ പറ്റില്ല. മറ്റ് ജോലി ഇല്ലാത്തത് കൊണ്ടാണ് പലരും ഇതിൽ ഈ ജോലിയിലെങ്കിലും ഏർപ്പെട്ട് നിൽക്കുന്നത്. നിങ്ങൾ ആരും വേറെ മെച്ചപ്പെട്ട ജോലി ലഭിച്ചാൽ പോകുന്നവരായിരിക്കും. അതുപേക്ഷിച്ച് ഈ മേഖലയിൽ തന്നെ എങ്ങനെ അത്രത്തോളം ആളുകൾക്ക് നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾ സംഘടിച്ച് നിങ്ങളുടെ തൊഴിലും മറ്റ് അവകാശങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഈ സംഘടനയുടെ ഭാഗമായി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് കൂടുതൽ ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഞാനിപ്പോൾ പേരാമ്പ്രയുടെ MLA എന്ന നിലയിൽ മാത്രമല്ല എന്നെ നിങ്ങൾ ക്ഷണിക്കാൻ ഇടവന്നിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ എന്ന നിലയിൽ കൂടി ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ കേരളത്തിലെ ഭരണപരമായ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുന്ന ഒരു വേദിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതും കൂടി ഉള്ളതുകൊണ്ടായിരിക്കണം നിർബന്ധിച്ച് എന്നെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ നിങ്ങളുടെ ഭാരവാഹികൾ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഉയർന്നു വരുന്നത് നിങ്ങളുടെ വിശ്വാസവും. പല റിപ്പോർട്ടൊക്കെ വായിച്ചു നോക്കുന്ന സമയത്ത് പല പരിപാടികളിലും പ്രവർത്തനങ്ങളിലും CITUവിനെ ബന്ധപ്പെടുത്താൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. കണക്കാക്കുന്നതില്ല. CITUവിൽ എല്ലാ വിഭാഗത്തിലുള്ള തൊഴിലാളികളുണ്ട്. എല്ലാവരുടെയും സ്വതന്ത്രമായ രാഷ്ട്രീയ നിലപാട് നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കാൻ CITUവിൽ അവസരമുണ്ട്. ഇടപെടുന്നതിനും സഹായിക്കുന്നതിനും സാധ്യമായ എല്ലാ നടപടികളും ഇതിനോടൊപ്പം സ്വീകരിക്കും എന്നുകൂടി ഈ സന്ദർഭത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ്. 86,000 കോടി രൂപ ഇപ്പോൾ ഈ വർഷം അവരാവശ്യപ്പെടുന്നത് ഒരു ദിവസത്തെ ജോലിക്ക് കൂലി 600 രൂപ കിട്ടും. ഒരു വർഷം 365 ദിവസമുണ്ട്. അതിൽ 200 ദിവസത്തെ ജോലി അവർക്ക് കിട്ടും. കേന്ദ്ര ഗവൺമെന്റിന്റെ ബഡ്ജറ്റിന്റെ വിഹിതം കൂട്ടിയെങ്കിൽ ഇത് നേടാൻ കഴിയും. കേരളത്തിൽ ഗ്രാമീണ മേഖലയിൽ മാത്രമല്ല, ഗ്രാമീണ മേഖലയിലാണ് തൊഴിലുറപ്പ്. പട്ടണപ്രദേശങ്ങളിൽ അയ്യങ്കാളി എന്ന പേരിലുള്ള ഒരു പ്രസ്ഥാനം, അത് സ്റ്റേറ്റ് ഗവൺമെന്റിൻ്റെതാണ്. കേന്ദ്രത്തിന്റെ കീഴിലൊന്നും നൽകുന്നില്ല.
ഗ്രാമപ്രദേശങ്ങളിൽ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുമ്പോൾ സമാനമായ ഒരു സംവിധാനം പട്ടണ പ്രദേശങ്ങളിലും വേണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി പ്രത്യേകമായി കേരളത്തിൽ ആവിഷ്കരിച്ചത്. ഇങ്ങനെ വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന നിലപാട് തുടരുകയും വയനാട് ദുരന്തത്തെ കുറിച്ചെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 400-ലധികം ആളുകളാണ് മരണപ്പെട്ടത്. ഒരു കുടുംബത്തിൽ മരിച്ചവരുടെ മൃതശരീരം കണ്ടുകിട്ടിയപ്പോൾ ഒരു വീട്ടിലെ ആളുകൾ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. ചിലപ്പോൾ അത് ഉറങ്ങാറുണ്ടായിരുന്നു.